Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 8 ബുധനാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് മേഖലയിൽ വലിയ ആശ്വാസം പകർന്നിട്ടുണ്ടെങ്കിലും ബഹ്റിൻ ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നുണ്ടായ ആക്രമണങ്ങൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തെ തുടർന്ന് ബഹ്റിനിലെ സിത്ര പ്രദേശത്തെ 2 പൗരന്മാർക്ക് നിസ്സാര പരിക്കേറ്റതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുന്നതിനിടെ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അപകടമുണ്ടായത്. ഡ്രോൺ തകർത്തപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ തെറിച്ചു വീണ് സിത്രയിലെ നിരവധി വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകി. മേഖലയിൽ സുരക്ഷാ പരിശോധനകൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ബഹ്റിന് നേരെ ഇറാൻ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തിയ 194 മിസൈലുകളും 508 ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 6 മിസൈലുകളും 31 ഡ്രോണുകളുമാണ് ബഹ്റിൻ തകർത്തത്. ബഹ്റിനിൽ ഈ വർഷത്തെ ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 31 വരെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പുറം ജോലികൾക്ക് നിരോധനം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 15 വരെ നീണ്ട നിരോധനം ഇത്തവണ ഓഗസ്റ്റ് 31 അവസാനിക്കും എന്നതാണ് പ്രധാന മാറ്റം. തൊഴിലാളികൾക്ക് കുടിവെള്ളവും വിശ്രമ കേന്ദ്രങ്ങളും ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഗ്യാസ്, ഓയിൽ മേഖലയ്ക്കും അടിയന്തര സേവനങ്ങൾക്കും നിരോധനത്തിൽ ഇളവുണ്ട്. നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തൊഴിലിടങ്ങളിൽ കർശന പരിശോധന നടത്തും. കഴിഞ്ഞ വർഷം 35,000-ലധികം പരിശോധനകളിൽ വെറും 10 നിയമലംഘനങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ആഗോള വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ പെട്രോൾ വിലയ്ക്ക് പരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് MP-മാർ അടിയന്തര പ്രമേയം സമർപ്പിച്ചു. MP അബ്ദുൽ ഹക്കീം അൽ ഷെനോയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച പ്രമേയത്തിൽ ജയീദ്, മുംതാസ് ഇന്ധനങ്ങളുടെ വില നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 2026 ജനുവരിയിൽ ഇന്ധനവില നിയന്ത്രണങ്ങൾ നീക്കിയതോടെ സാധാരണ കുടുംബങ്ങളുടെ ബജറ്റ് താളം തെറ്റിയതായി MP-മാർ ചൂണ്ടിക്കാട്ടി. വരുമാനവും പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പുതിയ വില നിർണ്ണയ രീതി നടപ്പിലാക്കണമെന്നും കുറഞ്ഞ വരുമാനക്കാർക്ക് പ്രത്യേക പിന്തുണ നൽകണമെന്നുമാണ് പ്രധാന നിർദ്ദേശം. ഇന്ധനവിലയെക്കുറിച്ച് 3 മാസത്തിലൊരിക്കൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും ബഹ്റിനിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും വിതരണവും തടസ്സമില്ലാതെ തുടരുന്നതായി അധികൃതരും വ്യാപാരികളും അറിയിച്ചു. സൗദി അറേബ്യ വഴി പച്ചക്കറികളും കുടിവെള്ള നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും തടസ്സമില്ലാതെ എത്തുന്നുണ്ടെന്നും വിപണിയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. വിതരണ ശൃംഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം വിപണികളിലും ഗോഡൌണുകളിലും കർശന പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമമില്ലെന്നും പൗരന്മാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി അബ്ദുല്ല ബിൻ ആദിൽ ഫക്രു അറിയിച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ ലഭ്യമാണെന്ന് ഉപഭോക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ആഭ്യന്തര ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബഹ്റിൻ പാർലമെന്റ് തീരുമാനിച്ചു. ഭരണനിർവഹണത്തിൽ പാർലമെന്റിന്റെ മേൽനോട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. പുതിയ ഭേദഗതി പ്രകാരം മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ സഭയിൽ 3/2 ഭൂരിപക്ഷം വേണമെന്ന നിബന്ധന ഒഴിവാക്കി ലളിതമായ ഭൂരിപക്ഷം മതിയാകും. ചോദ്യം ചെയ്യൽ നടപടികൾ രഹസ്യമായി നടത്തണമെന്ന് സർക്കാരോ സ്പീക്കറോ ആവശ്യപ്പെട്ടാലും സഭയിലെ 3/2 അംഗങ്ങൾ എതിർത്താൽ നടപടികൾ പരസ്യമായി തന്നെ തുടരണമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ ഈ മാറ്റം സഹായിക്കുമെന്ന് MP-മാർ അഭിപ്രായപ്പെട്ടു. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ ടൂറിസം രംഗത്തുണ്ടാക്കുന്ന ആഘാതം വിലയിരുത്താൻ GCC ടൂറിസം മന്ത്രിമാരുടെ അടിയന്തര യോഗം ചേർന്നു. GCC അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ബഹ്റൈന്റെ നേതൃത്വത്തിൽ നടന്ന വീഡിയോ കോൺഫറൻസിൽ ബഹ്റൈൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻത് ജാഫർ അലി സൈറാഫി അധ്യക്ഷത വഹിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിക്കുന്നത് തടയാനും മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനും യോഗം കർമ്മ പദ്ധതികൾ ചർച്ച ചെയ്തു. പ്രതിസന്ധികളെ ഒത്തൊരുമിച്ച് നേടാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ താൽപ്പര്യമാണ് ഈ യോഗത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് മന്ത്രിയും GCC സെക്രട്ടറി ജനറലും അഭിപ്രായപ്പെട്ടു. ടൂറിസം മേഖലയുടെ സുരക്ഷയും വളർച്ചയും ഉറപ്പാക്കാൻ സംയുക്ത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു.
ഗൾഫ് മേഖലയിലെ യുദ്ധസാഹചര്യം ജനജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തൊഴിലുടമ യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കണമെന്ന് ബഹ്റൈൻ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 28-ന് തുടങ്ങുന്ന സൈനിക നീക്കങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയും സാരമായി ബാധിച്ചുവെന്ന് യൂണിയൻ ചൂണ്ടിക്കാട്ടി. എണ്ണ, വ്യവസായം, ടൂറിസം മേഖലകളിലുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളിലും ജീവഹാനിയിലും യൂണിയൻ ആശങ്ക രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനകളുമായി ചേർന്ന് സമാധാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ബഹ്റൈൻ രാജാവും കിരീടാവകാശിയും നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെ ഫെഡറേഷൻ അഭിനന്ദിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ബഹ്റൈനിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ എത്തിച്ച് പെൺവാണിഭത്തിന് ഇരയാക്കിയ കേസിൽ പ്രതികളുടെ അപ്പീലിൽ ഏപ്രിൽ 27-ന് കോടതി വിധി പറയും. 5 വർഷം തടവും 2000 ദിനാർ പിഴയും നാടുകടത്തലും വിധിച്ച കീഴ്ക്കോടതി ഉത്തരവിനെതിരെയാണ് 51കാരനും 36കാരിയും അപ്പീൽ നൽകിയത്. ഫേസ്ബുക്ക് വഴി റെസ്റ്റോറന്റ് ജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ യുവതികളെ ചതിയിൽപ്പെടുത്തിയത്. ബഹ്റൈനിൽ എത്തിച്ച ശേഷം തടങ്കലിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പെൺവാണിഭത്തിന് നിർബന്ധിക്കുകയായിരുന്നു. ഹ്യൂമൻ ട്രാഫിക്കിംഗ് വിരുദ്ധ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. യുവതികളെ കർശന നിയന്ത്രണത്തിൽ പാർപ്പിച്ച് ഇവരുടെ വരുമാനം പ്രതികൾ കൈക്കലാക്കിയതായും പ്രോസിക്യൂഷൻ കണ്ടെത്തി. സൽമാനിയ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെയുണ്ടായ ചികിത്സാ പിഴവിന് ഇരയായ കുടുംബത്തിന് 5400 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ അപ്പീൽ കോടതി ഉത്തരവിട്ടു. 2022-ൽ നടന്ന ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം രോഗിക്ക് 12% സ്ഥിരമായ വൈകല്യം സംഭവിച്ചിരുന്നു. നേരത്തെ ഡോക്ടർമാരെ ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിലും ആശുപത്രിയുടെ സിവിൽ ബാധ്യത കണക്കിലെടുത്താണ് വിധി. കീഴ്ക്കോടതി വിധി റദ്ദാക്കിയ അപ്പീൽ കോടതി രോഗിക്ക് 4500 ദിനാറും കുടുംബത്തിന് ബാക്കി തുകയും നൽകാൻ നിർദ്ദേശിച്ചു. വ്യക്തിപരമായി കുറ്റം ചുമത്താനായില്ലെങ്കിലും ചികിത്സാ പിഴവിന് നഷ്ടപരിഹാരം നൽകാൻ ആശുപത്രി ബാധ്യസ്ഥമാണെന്ന് കോടതി വ്യക്തമാക്കി. വാഹനാപകടത്തിൽ 11% സ്ഥിരമായ ശാരീരിക വൈകല്യം സംഭവിച്ച വ്യക്തിക്ക് 5500 ബഹ്റൈനി ദിനാർ നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനിയോട് ഹൈസിവിൽ കോടതി ഉത്തരവിട്ടു. മറ്റൊരാളുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാളിനാണ് കോടതി വിധിയിലൂടെ നീതി ലഭിച്ചത്. അപകടമുണ്ടാക്കിയ ഡ്രൈവർക്കെതിരെ നേരത്തെ ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഇൻഷുറൻസ് പോളിസി പ്രകാരം ശാരീരികവും മാനസികവുമായ നാശനഷ്ടങ്ങൾക്ക് കമ്പനി ഉത്തരവാദിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. 5000 ദിനാർ ശാരീരിക നാശനഷ്ടങ്ങൾക്കും 500 ദിനാർ മാനസിക പ്രയാസങ്ങൾക്കുമായാണ് അനുവദിച്ചത്. ഇതിനു പുറമെ കോടതി ചിലവുകളും പലിശയും കമ്പനി നൽകണം. ബഹ്റൈനിലെ പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് 6ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ 1 മാസം നീണ്ടുനിന്ന സേവന പ്രവർത്തനങ്ങൾ സമാപിച്ചു. മനാമ ആന്തലൂസ് ഗാർഡനിൽ നടന്ന സമാപന ചടങ്ങിൽ കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ലഘുഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്തു. ഡോക്ടർ സുബ്രഹ്മണ്യം, വ്ളോഗർ ജസ്ന എന്നിവർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സയ്യിദ് ഹനീഫ്, ഫസ്ലൂർ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ വോളണ്ടിയർമാരെയും സഹായികളെയും ഭാരവാഹികൾ അഭിനന്ദിച്ചു. 1 മാസമായി തൊഴിലാളി ക്ഷേമത്തിനായുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടന നടപ്പിലാക്കി വന്നത്.
മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ലോകസമാധാനത്തിനായും ബഹ്റിൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായും കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിൽ പ്രത്യേക പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചു. ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ പാരിഷിൽ വച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ, രാജകുടുംബാംഗങ്ങൾ, രാജ്യത്തിന്റെ പ്രതിരോധ സേന എന്നിവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി യോഗത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ചു. KCC പ്രസിഡന്റ് റവറൻ അനീഷ് സാമുവൽ ജോൺ പ്രാർത്ഥനയോടെ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജോമോൻ മലയിൽ ജോർജ് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റുമാരായ റവറൻ സ്ലീബ പോൾ കോർ എപ്പിസ്കോപ്പ, റവറൻ അനൂപ് സാം എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എബ്രഹാം ജോൺ, പ്രിനോ കുര്യൻ, സാബു പൗലോസ്, എബിൻ മാത്യു, ഉമ്മൻ, അനീഷ് ജോർജ് ജേക്കബ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.